വാതിലിന്റെ അടുക്കൽ ഹബീബായ നബിക്ക് പാറാവുകാരില്ല, ഗേറ്റ് കീപ്പേഴ്സ് ഇല്ല, അവിടെ നബി തങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല. അങ്ങനത്തെ ഒരു നബി അവൾ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കയറി ചെല്ലാൻ പറ്റുന്നു, തങ്ങളുടെ അരികത്തേക്ക് വരാൻ കഴിയുന്നു. തങ്ങളുടെ അരികത്ത് വന്നവർ പറഞ്ഞു, ലം അരിഫ്ക യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ അങ്ങയെ അറിഞ്ഞില്ലായിരുന്നു, എന്നോട് പൊറുക്കണേ, ഞാൻ അങ്ങയോട് പറഞ്ഞത് തെറ്റായി പോയി, എനിക്ക് മാപ്പ് നൽകണേ. പുണ്യനബി മാപ്പ് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് അവളോട് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട് ആ ഉമ്മയോട്, ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ, ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ. നിങ്ങളുടെ മനസ്സിന് വരുന്ന ആഘാതം അത് ഏൽക്കുന്ന ആദ്യ സമയത്താണ് നിങ്ങൾക്ക് ക്ഷമ വേണ്ടത്. ഏറ്റവും ആദ്യം അത് കേൾക്കുന്ന മാത്രയിൽ. നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയാണ്. എപ്പോഴും സങ്കടമുള്ള വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരും എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കണം. എപ്പോഴും നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ച്, വീട്ടിലുള്ള ആളുകളെ കുറിച്ച്, നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ കുറിച്ച് നിർബന്ധമായും ഒരു മരണവാർത്തയോ ഒരു ആക്സിഡന്റോ കേൾക്കുമ്പോൾ നമ്മൾ തകർന്നു പോകരുത്. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അല്ലാഹുവേ നിന്റെ വിധി, നീ വിധിക്കുന്നത് നടക്കും, നീ തീരുമാനിച്ചത് മാത്രമേ ഇവിടെ നടക്കൂ റബ്ബേ. മാ ശാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് പറയേണ്ടവരാണ് നമ്മളൊക്കെ. ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ. പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിന്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ക്ഷമ പാലിക്കണം. റബ്ബ് തആലയോട് അത് ചോദിച്ചു വാങ്ങ. ഉമ്മു സുലൈം ബീവി സ്വർഗ്ഗത്തിലെത്തിയത് അതിന്റെ പേരിലാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ഉമ്മു സുലൈം ബീവി ഇംറഅത്തി അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. കുഞ്ഞ് മരിച്ച ചരിത്രം ഞാൻ വിശദീകരിക്കല്ല. ആ കുഞ്ഞ് മരിച്ചു എന്ന് പോലും തന്റെ ഭർത്താവ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല കുട്ടി മരിച്ചു എന്ന്. ഭർത്താവ് ചോദിച്ചു, കുഞ്ഞെങ്ങനെയുണ്ട്? ഹുവ അഹ്ദഉ മിമ്മാ ഖാൻ, മുമ്പത്തേക്കാളും വളരെ ശാന്തനാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് ശ്വാസം മുട്ടുണ്ടായിരുന്നു, ഇപ്പൊ ശ്വാസവും പോലില്ല എന്നാണ് ബീവി ഉദ്ദേശിച്ചത്. ഭർത്താവ് വിചാരിച്ചു കുട്ടി ഉറങ്ങിയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അന്ന് ബൾബില്ല, സ്വിച്ചിട്ട് നോക്കിയാൽ കാണൂലല്ലോ, ഇരുട്ടാണ്, രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ശയിച്ചു, അവരൊരുമിച്ച് കിടന്നു. രാവിലെയാണ് ചോദിക്കുന്നത്, അബൂ തുൽഹ, നമ്മുടെ അയൽവാസികൾ എത്ര മോശക്കാരാന്നറിയോ? എന്തേ? അവർക്ക് അവരുടെ ഒരു അപ്പുറത്തുള്ള വീട്ടുകാരെ വായ്പ കൊടുത്തിട്ട് കുറേ കാലം അവരുടെ കയ്യിൽ വെച്ചിട്ട് ആ വായ്പ തിരിച്ചു ചോദിച്ചപ്പോൾ പറയാ ഞങ്ങൾ തരൂലാന്ന്. പടച്ചോനെ, വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കേ, അവർ വളരെ മോശമാണല്ലോ അല്ലേ? നിങ്ങൾ ഉറപ്പിച്ചില്ലേ മോശമാണെന്ന്? അതെ, ഞാനും സമ്മതിക്കുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതല്ല കേട്ടോ. നമുക്ക് അല്ലാഹു നൽകിയ മകൻ കാന ആരിയതൻ ഇൻദന, നമുക്ക് ഒരു വായ്പയായി അല്ലാഹു തന്ന മോനായിരുന്നു. എത്ര നേരത്തേക്ക് അല്ലാഹുവേ അറിയുള്ളൂ. 1 വയസ്സ് മരിക്കാം, 2 വയസ്സ്, 5, 6, 10, 12 ഒക്കെ ആവാം, 20 ആകാം, 25 ആവാം, 30 ആവാം, 40 ആകാം, മേലെയാവാം, താഴെയാവാം. അല്ലാഹു കൊണ്ടുപോയിരിക്കുന്നു. ഇതങ്ങ് പറഞ്ഞപ്പോ അബൂ തുൽഹ തങ്ങളുടെ മനസ്സ് പൊട്ടി. ആ ഉമ്മയുടെ സ്നേഹം, ഉമ്മയുടെ ഖൽബിൽ ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം എത്രയാണ്! ആ ഉമ്മാക്കൊരു കുഞ്ഞ് മരണപ്പെടുമ്പോ എത്ര വേദന കാണും! ആ വേദന ഇങ്ങനെ ഒരു പെണ്ണ് ക്ഷമിച്ചതിന്റെ ചരിത്രത്തിൽ വളരെ വളരെ വിരലെണ്ണാവുന്ന സംഭവങ്ങളെ ഇതിന് ചേർത്ത് വെക്കാനുള്ളൂ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്നോട് മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് പരാതിയുമായി അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പുണ്യനബിയുടെ മുമ്പിലേക്ക്, യാ റസൂലല്ലാഹ്, എന്റെ കുട്ടി മരിച്ചിട്ട് അവൾ എന്നോട് പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? നേരം വെളുത്തപ്പോ. ഞാനും അവളും ഒരുമിച്ച് ശയിച്ചവരാണ്. അവൾ എനിക്ക് ഭക്ഷണം തന്നു, നല്ല നിലയ്ക്ക് എന്നെ ട്രീറ്റ് ചെയ്തു. പക്ഷേ ഈ കാര്യം മറച്ചു വെച്ചു നബിയെ. ബറക്കല്ലാഹു ഫീ ലൈലതികുമാ, നിങ്ങളുടെ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആ രാത്രിയിൽ അവർക്ക് ജന്മം കൊണ്ട, അല്ലെങ്കിൽ ആ ഉമ്മ ഗർഭിണിയായി അവർ ജന്മം കൊടുത്തൊരു മോനുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബീ തുൽഹ റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ രാത്രിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ അബ്ദുല്ല എന്ന കുഞ്ഞിന് മധുരം കൊടുത്തത്, തഹ്നീക്ക് ചെയ്തത് പുണ്യനബിയാണ്, പേര് വിളിച്ചത് പുണ്യനബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് 7 മക്കളുണ്ടായി. 7 മക്കളും ഖദ് ഹഫിദൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആലിമീങ്ങളായിരുന്നുവെന്ന് അൻസ്വാരികൾ പറയാറുണ്ട്. അല്ലാഹു നൽകിയ പ്രതിഫലമാണ്. അത് മാത്രമോ, സ്വർഗ്ഗത്തിൽ ഞാനൊരു കാലൊച്ച കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോ ഫഇദ അന ബിറുമൈസ ഇംറഅതി അബീ തുൽഹ, അബൂ തുൽഹയുടെ ഭാര്യ റുമൈസ ബീവി എന്റെ പിറകിലുണ്ടായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണെന്നറിയോ? ഈ ഒരു മരണം തന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ ആ മരണവാർത്ത കൈമാറിയതിന് അല്ലാഹു നൽകിയ പ്രതിഫലമാണ്. ഇതൊക്കെ നമുക്ക് സാധ്യമാകുമോ? ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് കഴിയോ? കരയുമ്പോ ഉമ്മ പറയുന്നു നിങ്ങൾ വേദനിക്കല്ല എന്ന്, ഉമ്മ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ. അങ്ങനെ ഉണ്ടാകുമോ? മഹാന്മാരായ പണ്ഡിതന്മാർ ചില ചരിത്രങ്ങൾ പറയാറുണ്ട്. അതിൽ
ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ട കഥ പറയുന്നുണ്ട്. മുഹമ്മദ് ഇബ്നു കഅബിൽ ഖുറളി എൻ്റെ അരികത്തേക്ക് വന്നു. ഫഅസ്സാനി, എന്നോട് പറഞ്ഞു, സാരല്ല മുഹമ്മദ് ഇബ്നു ഖാസിമെ, അദ്ദേഹം വല്ലാണ്ട് സ്നേഹിച്ച പെണ്ണാണ്. ആ പെണ്ണ് മരണപ്പെട്ടപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, നീ വിഷമിക്കല്ല. ബനു ഇസ്രായേലിൽ ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ട്. മുഹമ്മദ് ഇബ്നു കഅബ് എന്നവരെ പറയാൻ, മുഹമ്മദ് ഇബ്നു കഅബിൽ ഖുറളി. ആ ബനു ഇസ്രായേലിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം ആബിദുമാണ്, ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹം സഹിക്കാൻ കഴിയാതെ വീടിനുള്ളിൽ വാതിലടച്ച് ഒറ്റക്കിരിപ്പാണ്. ആരോടും മിണ്ടില്ല, ആരോടും സംസാരിക്കില്ല, ആരോടും ഒന്നും മിണ്ടാതെ ഏകാന്തനായി കഴിയാ. ഒരൊറ്റ കാരണം, എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന്. വല്ലാത്തൊരു സ്നേഹമല്ലേ, വല്ലാത്ത സ്നേഹം. ഇന്ന് ഭാര്യമാരോട് സ്നേഹമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഭാര്യമാരോടുള്ള സ്നേഹമില്ല, അത് വഴിവിട്ടു പോകുന്ന സ്നേഹങ്ങൾ. സ്വന്തം വീട്ടിൽ കൊടുക്കേണ്ട സ്നേഹം നാട്ടുകാർക്കാണ് കൊടുക്കുന്നത്, വീട്ടിൽ കൊടുക്കുന്നില്ല. ഇതിന്റെ പരാതിയിലാണ് ഈ ഉമ്മത്ത്, മനുഷ്യ സമൂഹം തന്നെ കിടക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയാണ്. ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു മടുപ്പ്, കാമുകി എന്ന് പറയുമ്പോൾ ആവേശം, അങ്ങനത്തെ കാലമാണ്. തമാശകളും ജോക്കുകളും പറയുമ്പോൾ ഭാര്യ ഒരു ഭാരമാകുന്ന പോലെയുള്ള തമാശകൾ, ഭർത്താവ് ഒരു ഭാരമാകുന്ന പോലെയുള്ള ജോക്കുകൾ, അതിന് ചിരിക്കാനും ആളുണ്ട്. പക്ഷേ ഒരു ഭാര്യയും ഭർത്താവുമാകുമ്പോൾ ജീവിതകാലം ഒരുമിച്ച് ദുഃഖത്തിലും സങ്കടത്തിലും ഒരുപോലെ ചേർന്നു നിൽക്കാം എന്ന ഒരു ഉടമ്പടി ചെയ്ത ആളുകളാണ്. അവരെ അഭിനന്ദിക്കല്ലേ വേണ്ടത്. പക്ഷെ ഇന്ന് പറയാറ് എന്താണ്? ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു ചടപ്പ്, അത് ഭാര്യ എന്ന് പറഞ്ഞ മടുപ്പ്, അവളെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ശല്യം, അവള് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു, അവള് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവള് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പരാതിയാ പറയാ. സത്യത്തിൽ അതൊരു സ്നേഹമല്ലേ? ആ സ്നേഹം അവരാഗ്രഹിക്കുന്നു, നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കുന്ന ഒരു കുടുംബ ബന്ധം എത്ര മനോഹരമായിരിക്കും. ആ സ്നേഹബന്ധം നഷ്ടപ്പെടുന്നതിന്റെ വേദന അനുഭവിക്കുന്ന എത്രയോ സച്ചരിതരായ മഹതിമാരുണ്ട്. ആ വേദന, സ്നേഹം തന്റെ ഭാര്യ തനിക്ക് നൽകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന എത്രയോ സച്ചരിതരായ ഭർത്താക്കന്മാരും ഈ സമൂഹത്തിലുണ്ട്. വേദനയോടുകൂടെ പറയാം. നമ്മുടെ നാടുകളിലൊക്കെ പഴയകാലത്തെ SSLC ബാച്ചിന്റെ കൂട്ടായ്മ, പഴയകാലത്തെ 10ാം ക്ലാസ് കൂട്ടായ്മ, 12ാം ക്ലാസ് കൂട്ടായ്മ, 8ാം ക്ലാസ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴെന്നറിയോ? 20-30 കൊല്ലം കഴിഞ്ഞു പോയ ക്ലാസ്മേറ്റുകളാണ്. അതിനൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല. ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങും ആദ്യം. ആ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങൾ എത്രയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കൂട്ടായ്മയിൽ അവർ ഒരുമിച്ച് കൂടുന്നു. സൗഹൃദം പഠിക്കുന്ന കാലത്ത്, വിദ്യാർത്ഥിനികളായിരിക്കുന്ന കാലത്തെ ഒരു സൗഹൃദമാണോ മനുഷ്യരായി വലുതായി വളർന്നു വന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കേണ്ട കുടുംബ ബന്ധങ്ങളിൽ പഴയകാലത്തെ പ്രേമവും പഴയകാലം കത്തെഴുതിയതും പഴയകാലത്തെ ആ ഒരു കുസൃതിയൊക്കെ പിന്നെ ഓർമ്മ വരെയാണ്. അപ്പൊ ചിലരെ കണ്ടുമുട്ടും. ചില പെൺകുട്ടികൾ വളരെ കഷ്ടപ്പെടുന്ന ജീവിതമായിരിക്കും, ചില ആൺകുട്ടികൾ വളരെ ഉഷാറായി കാണും. തന്റെ ഭർത്താവിനേക്കാളും അവൻ ഉഷാറായിട്ടുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറുകൾ കൈമാറുന്നു, ബന്ധങ്ങളാകുന്നു, പിന്നെ പ്രൈവറ്റ് ബന്ധങ്ങളാകുന്നു, പിന്നെ കുടുംബം നശിച്ചു പോകുന്നു. എത്ര സംഭവിക്കുന്നു, എത്ര! ഇത് പരീക്ഷണമാണ്. നമ്മൾ വിചാരിക്കും നല്ല സംഭവമാണെന്നല്ലേ. അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും എന്ത് ബാച്ചാവട്ടെ, എന്ത് സ്കൂളാവട്ടെ, എന്ത് കോളേജിന്റെ പേരിലാവട്ടെ, അലുമിനി ആവട്ടെ, എന്ത് തന്നെയായിരുന്നാൽ തന്നെയും ശറഇന്റെ നിബന്ധനകളിൽ നിന്നുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ പാടുള്ളൂ. അന്യരുമായുള്ള കൂട്ടായ്മ ശറഅ് വിലക്കിയത് എന്തിനാണ്? നമ്മുടെ കുടുംബം നശിച്ചു പോകാതിരിക്കാനാണ്. അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും ഇവിടെ. കുടുംബ ബന്ധങ്ങൾ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ടായിരിക്കും ഇവിടെ. അവരോടല്ലേ നമ്മൾ പറയുന്നത്, അവർക്ക് ഹിസാബുഹും അലല്ലാഹ്, അവർ പടച്ചവനായിട്ടായിക്കോട്ടെ. പക്ഷേ അന്തസ്സോടെ, അഭിമാനത്തോടെ, ചാരിത്രശുദ്ധിയോടെ ജീവിക്കുന്ന കുടുംബിനികൾ ഇതുപോലത്തെ ഒത്തുചേരലുകളിൽ വ്യഭിചാരത്തിൽ വരെ ചെന്നുപെട്ട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എത്ര ദാരുണമായത്! ഈ സങ്കടം പിന്നെ എവിടെ കൊണ്ടുപോയി വെക്കുക? ഇതെങ്ങനെ പിന്നെ തിരുത്താൻ പറ്റുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിവാഹം ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ട് ഇവിടെ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹു പൊരുത്തപ്പെടുന്ന, തിന്മയിലേക്ക് പോകാതെ എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു കുടുംബിനി എനിക്ക് വേണം. പെൺകുട്ടികൾ അങ്ങനെ തന്നെയാ. ഒരു തിന്മയിലേക്ക്, ഒരു വ്യഭിചാരത്തിലേക്ക് എനിക്ക് പോകാതെ എന്നെ സംരക്ഷിക്കുന്ന ഒരു പുരുഷൻ എനിക്ക് ഭർത്താവായിട്ട് വേണം. ഈ ഒരു നീയത്തിലാണ് നിങ്ങൾ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. സ്നേഹം ഇല്ലായ്മയുടെ പ്രശ്നമല്ല ഇത്, സ്നേഹം വഴിമാറിപ്പോകുന്നതിന്റെ പ്രശ്നമാണ്. മുഹമ്മദ് ഇബ്നു ഖാസിം റഹിമഹുല്ലാ അവിടുത്തെ ഭാര്യ മരണപ്പെട്ടപ്പോൾ സങ്കടപ്പെട്ട് കരയാണ്.
ആ കരച്ചിലിന് ആശ്വാസം കൊടുക്കാനാണ് മഹാനായ മുഹമ്മദ് ബിൻ കഅബിൽ ഖുറദി തങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹം ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു കഥ പറയുകയാണ്. അന്നത്തെ ഒരു ആലിമിന്റെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടപ്പോ അദ്ദേഹം വാതിലടച്ച് വീടിൽ ആരോടും മിണ്ടാതിരിക്കാൻ ദിവസങ്ങളോളം ആ മനുഷ്യനെ ഉണർത്തിയത്, ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു ഉമ്മയാണ്. ആ ഉമ്മ പറഞ്ഞു, ഈ മഹാപണ്ഡിതനോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം, ഒരു ഫത്വ ചോദിക്കാനുണ്ട്. ആ ഫത്വ അയാളോട് നേരിട്ട് തന്നെ എനിക്ക് ചോദിക്കണം. അവൾ നിർബന്ധിച്ചു. വീട്ടുകാരറിഞ്ഞു. എല്ലാവരോടും ഈ പെണ്ണ് ഒരൊറ്റ പറച്ചിൽ, ഇയാളൊരു ആലിമല്ലേ, പണ്ഡിതനല്ലേ, എനിക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കണം, എനിക്ക് മറുപടി അദ്ദേഹം തരണം, അതെനിക്ക് നേരിട്ട് ചോദിക്കും വേണം. ബനു ഇസ്രായേൽ നടന്നൊരു സംഭവം മഹാനായ മുഹമ്മദ് ബിൻ കഅബിൽ ഖുറദി തങ്ങൾ മുഹമ്മദ് ബിൻ ഖാസിം എന്നവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് അവസാനം അവൾക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ, ഫത്വ ചോദിക്കാനുള്ള അവസരമുണ്ടായി. ചോദിച്ചു, അസ്തഫ്തീക ഫീ അംർ, ചോദിച്ചു എന്താ വിഷയം? അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു പെണ്ണിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ വായ്പ വാങ്ങിയിരുന്നു. ആഭരണങ്ങൾ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ധരിക്കുകയാണ്. ഇപ്പൊ അവൾ പറയുന്നു, എന്റെ ആയുധം, എന്റെ ആഭരണം എനിക്ക് തിരിച്ചു വേണമെന്ന്, ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? പറഞ്ഞു, നഅം വല്ലാഹ്, തീർച്ചയായും നീ കൊടുക്കണം, നീ വായ്പ വാങ്ങിയതല്ലേ. ഇന്നഹു ഖദ് മകസ ഇൻദി സമാനാ, ഒരുപാട് കാലം എന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ചില കച്ചവടക്കാരുണ്ട്, ചില വാടകക്ക് താമസിക്കുന്ന ആളുകളിലൊക്കെ ഇത് കേൾക്കാറുണ്ട്, ഈ തമാശകളൊക്കെ. വാടകക്ക് താമസിക്കണമെന്ന് അവർക്കും അറിയാം, വാടക റൂം കൊടുക്കുന്ന ആൾക്കും അറിയാം. 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പറയും, ഞാൻ ഇറങ്ങിത്തരൂല, അതിന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെ നിന്റെ വീടാവുക? വാടകക്ക് കയറിയത് വാടകയല്ലേ? കച്ചവടക്കാരൻ ഒഴിഞ്ഞു കൊടുക്കാതിരിക്കും. ഉടമസ്ഥന്മാർ ഒഴിയണം, ഞങ്ങൾക്ക് ഇത് പൊളിക്കണമെന്നോ മാറ്റണമെന്നോ വേറെ ആർക്ക് കൊടുക്കണമെന്നോ അവരുടെ എഗ്രിമെന്റ് പ്രകാരം അവർ സംസാരിക്കുമ്പോഴേ പറയും ഒഴിഞ്ഞു തരില്ല. പിന്നെ കുത്തിയിരിപ്പ് സമരമാണ്, പിന്നെ കേസാണ്. എങ്ങനെ അത് ചെയ്യാൻ പാടുണ്ടോ? വാടകക്ക് തന്നാൽ ആ ഉടമസ്ഥൻ പറയുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ദുന്യാവ് തന്നെ ഒരു വാടക വീടാ. സമയമായാൽ നമ്മളൊക്കെ പോകട്ടോ. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല ഈ ഭൂമിക്ക് മുകളിൽ. ഉണ്ടാവോ? നമ്മളൊക്കെ ഭൂമിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. ഈ സെഞ്ചുറി അടിച്ച് ജീവിക്കാൻ മാത്രം ആയുസുള്ളവരുണ്ടെങ്കിൽ ബാക്കി ഉണ്ടായിരിക്കാം. അല്ലേ, നമ്മളൊക്കെ ഭൂമിന്റെ ഉള്ളിലായിരിക്കും. അന്ന് വേറെ കുറെ ആളുകൾ ഈ ഭൂമിന്റെ മുകളിൽ വന്ന് ഇങ്ങനെ വേളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അന്ന് കേൾക്കാൻ വരുന്നവരും പറയാൻ വരുന്നവരും ഇന്നുള്ള ഒരാളും അന്നുണ്ടാവില്ല. നമ്മളൊക്കെ വാടക കൊഴിഞ്ഞു കൊടുത്ത് ഈ വാടക ഭൂമി അന്ന് ഇവിടെ ഉണ്ടാകും. അള്ളാഹുവിന്റെ ഭൂമി ഇവിടെ വേറെ ചില ആളുകളാണ്. നമ്മൾ ആ സമയം കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കാൻ വന്നവരാണ്. യാ അള്ളാഹ്, ആർക്കാണത് തോന്നാറുള്ളത്? ആർക്കാ തോന്നാറുള്ളത്? ഇന്ന് പിന്നെ എനിക്ക് വടക്കാങ്കര ഒരു സ്ഥലത്ത് പോവേണ്ടി വന്നു. നമ്മുടെ നാസർ ശിഹാബ് തങ്ങളുടെയും അതുപോലെ തന്നെ അയ്യൂബ് സഖാഫി ഉസ്താദിന്റെയും, പുല്ലൂർ മുദരിസ് അയ്യൂബ് സഖാഫി ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനം വരുന്നുണ്ട്. അതിന്റെ കൗതുകം എന്താന്ന് വെച്ചാൽ, ഒരു നല്ലൊരു മനുഷ്യൻ അബൂബക്കർ ഹാജി എന്ന് പറയും, അദ്ദേഹം അയ്യൂബ് സഖാഫി ഉസ്താദിനോട് വന്ന് പറയാം, എനിക്ക് ദുനിയാവിൽ അൽഹംദുലില്ലാഹ് കച്ചവടം, കാര്യം, ബിസിനസ് ഒക്കെ ഉണ്ട്, എനിക്ക് ആഖിറത്തിലേക്ക് ഒരു കാര്യം ചെയ്യണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, നമുക്ക് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഹിഫ്ദുൽ ഖുർആൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒറ്റടിക്ക് അതിനുള്ള സ്ഥലവും ബിൽഡിങ്ങും ഞാൻ ഉണ്ടാക്കിത്തരാം. അപ്പൊ സ്ഥലം കാണാൻ ചെന്ന് നോക്കുമ്പോൾ ഇച്ചിരി സൗകര്യക്കുറവ് തോന്നി. അപ്പൊ വേറൊരു സൗകര്യമുള്ള സ്ഥലം ഉണ്ടെന്ന് ഞാൻ അവരോട് ചോദിക്കാം, അവരത് ഒരുപക്ഷെ നമുക്ക് അവരിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാം. അതൊക്കെ വടക്കാങ്കര പഞ്ചായത്തിന്റെ മഹലിന്റെ ഒരു ഭാഗത്താണ്. ആ സ്ഥലം 3 പാവപ്പെട്ട മനുഷ്യന്മാരുടെ സ്ഥലമാണ്. അത്ഭുതം എന്ന് പറയാ, അവരുടെ വാപ്പയിൽ നിന്ന് അവർക്ക് തിരിച്ചു കിട്ടിയ, അനന്തരം കിട്ടിയ 80 സെന്റ്. ആ 80 സെന്റ് 3 പേരും എന്നാണ് എൻ്റെ ഓർമ്മ, 3 ആളോ 4 ആളോ അതിൻ്റെ അവകാശികളുണ്ട്. 3 പേരും പറഞ്ഞു, ഞങ്ങൾ ഇത് പൈസക്കല്ല, ഇത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ഫ്രീ ആക്കി തരികയാണ്. അപ്പൊ ഇപ്പുറത്തൊരു 30 സെന്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാക്കാര ഭൂമിയൊക്കെ എടുത്തു, എൻ്റെ ഭൂമി നിങ്ങൾ എടുക്കൂലേ എന്ന് ചോദിച്ചു. സെന്റിന് 2-3 ലക്ഷം 4 ലക്ഷം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ, റോഡിന്റെ മെയിൻ സൈഡാണ്. എൻ്റെ ഭൂമി നിങ്ങൾ എടുക്കൂലേ എന്ന് ചോദിച്ചു വരികയാണ്. ഈ സാധുക്കൾക്ക് വേറെ ഒരു വരുമാനമില്ല. നമ്മൾ വിചാരിക്കും ഒരേ സ്വത്തുള്ള ഭൂവുടമകൾ കുറച്ച് കൊടുത്താൽ, അല്ല, ഇവർക്ക് ഇതേ ഉള്ളൂ. സാധാരണക്കാരാ, അതിൽ ഒരാൾ ഉസ്താദ് കൂടിയാണ്. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി കൊടുത്തു. അപ്പൊ അദ്ദേഹം പറയാം, എൻ്റെ ഭൂമി ഇച്ചിരി ബാക്കിലാണ്, അത് നിങ്ങൾ എടുക്കൂലേ? അവനെടുക്കാം. ആ ഒരു 30 കൂടി ചേർത്തപ്പോഴാണ് ഇത് 80 ആയത്. സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, എന്തോ ഒരു നല്ല മനുഷ്യന്മാർ, സാധാരണക്കാര്, അവരുടെ കുടുംബമടക്കം എല്ലാവരും സമ്മതത്തോടുകൂടെ അള്ളാഹിന്റെ കലാം പഠിക്കാൻ ഇങ്ങനൊരു സംവിധാനമുണ്ടെങ്കിൽ ഞങ്ങളിത് തരികയാണ്.
സുബ്ഹാനല്ലാഹ്. അവിടെ ഇനി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ഹിഫ്ളും അയ്യൂബ് സഖാഫി ഉസ്താദിന്റെ പുല്ലൂർ നടക്കുന്ന ദർസൊക്കെ അവിടെ ഒരു വലിയൊരു സംവിധാനത്തിൽ ഇനി ഉള്ള കാലം അവിടെ ദർസ് നടത്തണം. നമ്മുടെ പാരമ്പര്യ ദർസ് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണം. അവിടെ ഒരു മസ്ജിദുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ സൗകര്യപ്പെടുത്തി വലിയൊരു സംവിധാനമാകാൻ അവർ നിയത്ത് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ഈ ഭൂമി 80 സെന്റ് സ്ഥലം പാവപ്പെട്ട 3 ആളുകൾ കൊടുത്തു എന്ന് പറഞ്ഞ അത്ഭുതം എനിക്കിപ്പോഴും, ഞാൻ അവരെ കണ്ടു, അവരെ എല്ലാവരെയും കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ദുആ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. യാ അല്ലാഹ്, അല്ലാഹുവേ നീ കബൂലാക്കണേ പടച്ചോനെ, റബ്ബേ നീ സ്വീകരിക്കണേ റബ്ബേ. ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു വാടക ഭൂമിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു മുഅ്മിനിനെ അത് ചെയ്യാൻ കഴിയും. നമ്മള് അരസന്റെ ഭൂമി ഉമ്മാനെ ഇങ്ങോട്ട് കിട്ടിയില്ല, പെങ്ങളിരുന്ന് ഇങ്ങോട്ട് വലിച്ചു കിട്ടിയിട്ടില്ല, മറ്റേ ജ്യേഷ്ഠന് ഇത് അടിച്ചു മാറ്റി, ഇത് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ കച്ചറകളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നത് അല്ലേ? ആ ഭൂമി എനിക്ക് വേണം, ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞ് നടക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ദീനിനല്ലേ നിങ്ങൾ എടുത്തോളൂ, ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഒരു ഫിൽസും, ഇത് അവർക്കാകെയുള്ള ഭൂമിയാ, ഇത് കൊടുത്താൽ പിന്നെ വേറെ ഒരു വരുമാനം അവർക്കില്ല, അവരിയ്ക്കുന്ന ചെറിയൊരു വീടേ ഉള്ളൂ. പക്ഷേ യാ അല്ലാഹ്, കോടികൾ വിലമതിക്കുന്ന ആ ഒരു സ്ഥലം പടച്ച തമ്പുരാന് വേണ്ടി ദാനം ചെയ്യാൻ മാത്രം ഈമാനുള്ള സജ്ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് ഈ ഉമ്മത്തിന്റെ വലിയൊരു നന്മയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ഈമാനുള്ള ആളുകളെ കൊണ്ടാണ് ഈ ഉമ്മത്തിന് മഴ തരുന്നതും ഇവിടെ നന്മ വർഷിക്കുന്നതും. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കാലിനടിയിൽ നിന്ന് ഭൂമി ഇളകാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹു ഉടനടി ശിക്ഷ തരാതിരിക്കുന്നതും ഇത്തരം സജ്ജനങ്ങളുടെ സാന്നിധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ്. മുഹമ്മദ് ബിൻ വാസിഅ അൽ അസ്ദി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ അയാളെ കൊണ്ട് അല്ലാഹു സംരക്ഷണം നൽകുമെന്ന്. ഏതായിരുന്നാലും ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. മുഹമ്മദ് ബിൻ കഅബിൽ ഖുറദി ആ ഒരു ചരിത്രം പറയാണ്. ബനു ഇസ്രായേലുകളിൽപ്പെട്ട ഒരു പെണ്ണ് വന്ന് പറഞ്ഞത്, എന്റെ കയ്യിൽ വർഷങ്ങളോളം നിന്ന ആഭരണമാണ്, എന്നാലും തിരിച്ചു കൊടുക്കണോ? അപ്പൊ വീടിനുള്ളിൽ ഭാര്യ മരിച്ചിട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന ഈ മനുഷ്യന്റെ മറുപടി, അദ്ദേഹം ആലിമാണ്, നിർബന്ധമായും നിങ്ങൾ തിരിച്ചു കൊടുക്കണം, കാരണം ഒരുപാട് കാലം നിങ്ങൾ ഇത് ഉപയോഗിച്ചതല്ലേ, നിർബന്ധമായും നിങ്ങൾ കൊണ്ടുകൊടുക്കണം. അപ്പോഴാണ് ആ പെണ്ണ് ചോദിച്ചത്, ഇർഹമുക്കല്ലാഹ്, അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യട്ടെ, അഫതഅസഫു അലാ മാ ആറകല്ലാഹു സുമ്മ ഖദഹു മിൻക, അല്ലാഹു നിങ്ങൾക്ക് ദാനമായി തന്നത് അല്ലാഹു തിരിച്ചെടുത്തതിലാണോ നിങ്ങൾ സങ്കടപ്പെട്ട് കരയുന്നത്? നിങ്ങളുടെ ഭാര്യ പോയതിലാണോ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത്? നിങ്ങളുടെ ഭാര്യ പോയതിലാണോ ഈ സങ്കടപ്പെടുന്നത്? അല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു വായ്പയായിരുന്നില്ലേ അത്? കുറേ കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചു, ശരിയാണ്. എത്ര കാലം കൂടെ കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് വായ്പയാണെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? അത് അല്ലാഹുവിന്റെ ആരിയത്തുൽ ലില്ലാഹ്, നമ്മുടെ കൈകളിലുള്ളത് നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ എല്ലാം അല്ലാഹു തന്നതാണ്, അല്ലാഹുലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ആ ഫഅബ്സർ മാ കാന ഫീ, കണ്ണിന് അദ്ദേഹത്തിന്റെ കാഴ്ച കിട്ടിയത് അപ്പോഴാ. പടച്ചവനെ, ഇങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നിയില്ലല്ലോ. നമുക്കൊക്കെ സങ്കടം വരും, അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ മരിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ വേദന വരും, തീർച്ചയാണ്, ഒരു സംശയമില്ല. പക്ഷേ പടച്ചവനെ, നീ ഖൈറിലേക്ക് എൻ്റെ ഉമ്മയുപ്പയാക്കി കൊടുക്കണേ, അവർക്ക് നീ ഖൈറ് ചെയ്യണമേ, അവർ നല്ലവരായി ജീവിച്ചിരുന്ന ആളുകളാണ്. ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല, സങ്കടം കാണും. പക്ഷേ അവര് പോകുന്നത് നമ്മളെക്കാളും ഖൈറായ ഒരു വീട്ടിലേക്കാണ്. നമ്മുടെ വീടിനേക്കാളും സൗകര്യമുള്ള ഒരു വീടായിരിക്കും ഖബർ. പിന്നെ എന്തിന് നമ്മൾ വിഷമിക്കണം? നമ്മൾ വീട്ടിൽ നിന്ന് എന്തൊക്കെ ഒരു ഏസിയല്ലേ വെച്ചെടുക്കാൻ പറ്റൂ? അള്ളാഹുവിനെ സ്വർഗം തുറന്നു കാണിക്കാൻ പറ്റും ഖബറിലേക്ക്. അതല്ലേ അവർക്ക് ഉത്തമം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറിടം അള്ളാഹുവെ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാന ജല്ല ജലാലു. ഉമർ ഇബ്നു ദർറുൽ ഹമദാനി, ഉമർ ഇബ്നു ദർറുൽ ഹമദാനി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ താബിഈയാണ്. യാ അല്ലാഹ്, അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, വല്ലാത്ത സ്നേഹമുള്ള മോനാണ്. ആ മോൻ മരണപ്പെട്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഉമർ ഇബ്നു ദർറുൽ ഹമദാനി ഇപ്പോൾ വേദനിച്ച് കരയും, അദ്ദേഹം പൊട്ടിക്കരയും. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. മകൻ മരിച്ചത് വാപ്പയോട് എങ്ങനെയാ പറയാ? വിഷമിച്ചുകൊണ്ട് അവര് വന്നു വാപ്പയോട് പറയാൻ, ഉമർ ഇബ്നു ദർറുൽ ഹമദാനി തങ്ങളോട്, നിങ്ങളുടെ മോൻ ദർ മരിച്ചിരിക്കുകയാണ്. യാ അല്ലാഹ്, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. റഹിമക്കല്ലാഹു യാ ബുനയ്യ, എൻ്റെ മോനെ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ജീവിതത്തിൽ നമുക്കിതൊക്കെ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ. മോനെ മണ്ണിലേക്ക് വെച്ച് മറമാടി കഴിഞ്ഞതിന് ശേഷം മഹാനാ മോന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് പറഞ്ഞ ചില വരികൾ ചരിത്രം രേഖപ്പെടുത്തി. റഹിമക്കല്ലാഹു യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വല്ലാഹി ലഖദ് കുൻത ബി ബാറ,
നീ എന്നോട് ഗുണം ചെയ്ത മോനായിരുന്നുവല്ലോ. വലഖദ് കുൻതു അലൈക ഹദബാ വമാ ബി ഇലൈക മിൻ വഹ്ശ. മോനെ, നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയ വാപ്പയാണ് ഞാൻ, നീ എന്നോട് ബഹുമാനത്തോടെ പെരുമാറിയ മോനാണ്. വമാ ബി ഇലൈക മിൻ വഹ്ശത്തിൻ, നീ എന്നോട് യാത്ര പിരിഞ്ഞു പോയതിൽ നിന്നോട് എനിക്ക് സങ്കടമില്ല മോനെ, എനിക്ക് വിഷമമില്ല. വമാ ഇലാ അഹദിൻ ബഅദല്ലാഹി ഫാഖ, എന്റെ ദാരിദ്ര്യം ഞാൻ അല്ലാഹുവിനോട് ബോധിപ്പിക്കുകയാണ്. മാ ദഹബത ലനാ ബിഇസ്സിൻ, നീ മരണപ്പെട്ടത് കൊണ്ട് നമ്മുടെ അഭിമാനം പോയിട്ടുണ്ടോ? ഇല്ല. വലാ ബഖൈത അലൈനാ മിൻ ദാലിക്, നീ ഞങ്ങൾക്ക് ഇസ്സത്ത് തന്നിട്ടാണോ പോകുന്നത്? അതുമല്ല, ഇതെല്ലാം നൽകുന്നതും എടുക്കുന്നതും അല്ലാഹുവല്ലേ. വലഖദ് ശഗലനിൽ ഹുസ്നു ലക അനിൽ ഹുസ്നി അലൈക്, മോനെ നിന്നെക്കുറിച്ചുള്ള സങ്കടമാണ് എനിക്കുള്ളത്, നിന്റെ മേലിലുള്ള സങ്കടമല്ല. നിനക്കെന്താണ് അവിടെ ഖബറിൽ സംഭവിക്കുന്നത് അത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. നീ പോയതിലെ സങ്കടമല്ല, നിന്റെ ജീവിതം നാളെ ഖബറിൽ എന്താണ് ഇത് ഓർക്കുന്ന വാപ്പയാണിത്. യാ ദർ, ദർ എന്ന മോനെ, ലൗലാ ഹൗലുൽ മത്ലഇ വ മഹ്ശരി, ഖിയാമത്ത് നാളിലേക്ക് പോകണം, അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്ന ഒരു ബോധമുണ്ടായതിന്റെ പേരിലാണ്. അല്ലായിരുന്നെങ്കിൽ ലതമന്നൈതു മാ സിർത ഇലൈ, നിന്റെ കൂടെ മരിക്കാൻ ആഗ്രഹമുള്ള വാപ്പയാണ് ഞാൻ. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ പാടില്ലല്ലോ, അത് ചെയ്യാൻ പാടില്ലല്ലോ. ഫലൈത ശഅരി യാ ദറു മാ ഖീല ലക് വമാദാ ഫഅൽത്, മോനെ ഖബറിനുള്ളിൽ എന്തൊക്കെയാണ് നിന്നോട് പറയപ്പെട്ടത്? മുൻകർ നക്കീർ അലൈഹിമുസ്സലാം എന്തൊക്കെയാണ് നിന്നോട് ചോദിച്ചത്? അതിൽ എത്രയൊക്കെയാണ് നിനക്ക് മറുപടി പറയാൻ കഴിഞ്ഞത്? നീ എന്തൊക്കെയാണ് അവിടെ ചെയ്തത്? നിനക്ക് മറുപടി കൊടുക്കാനായോ? ഇതൊക്കെ അറിയാൻ വാപ്പയായ ഉമർ ഇബ്നു ദർറിന് ആഗ്രഹമുണ്ട് മോനെ എന്ന് മഹാനായ അല്ലാമ ഉമറുൽ ഹമദാനി തങ്ങള് മോനെ നോക്കി ഇങ്ങനെ പറയാ, ഖബറിലേക്ക് നോക്കിയിട്ട്. ഇവിടെ പറയുന്ന വാക്കുകളിൽ വലിയൊരു മനോഹരമായ വാക്ക്, കുഞ്ചബി ബാറ, മോനെ നീ എന്നോട് ഗുണം ചെയ്തൊരു വാപ്പയായിരുന്നു മോനെ. നമ്മുടെ വാപ്പമാർ മരിച്ചുപോയവർ ഒന്ന് ജീവിച്ചു വരികയാണെങ്കിൽ അവർ നമ്മളെപ്പറ്റി അങ്ങനെ പറയുമോ? നീ എനിക്ക് ഉപകാരം ചെയ്ത മോനായിരുന്നു എന്ന് പറയാം. അത് ഏട്ടൻ്റെ പണിയല്ലേ, ഏട്ടൻ നോക്കിക്കോളും. വാപ്പാനിമാരെ നോക്കല് ജ്യേഷ്ഠന്മാരുടെ പണിയാണ്. അഞ്ചന്മാർ പിന്നെ തറവാട് കയ്യിലാക്കിയത് അഞ്ചന്മാർ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ഇടയ്ക്കുള്ളവർ ഓരോർക്കും വേണ്ടി ജീവിക്കുക. ഈ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടിൽ ഉമ്മവാപ്പമാരുടെ സംരക്ഷണം ആരേറ്റെടുക്കണം? എല്ലാ മക്കൾക്കും ഉത്തരവാദിത്വമല്ലേ അത്? പ്രായമാകുന്ന സമയത്ത് മാതാപിതാക്കളെ തട്ടിക്കളിക്കുന്ന ഒരു കാലമുണ്ട്. പെങ്ങളുടെ അടുത്ത് പോയി നിന്നോട്ടെ, ഏട്ടൻ്റെ അടുത്ത് നിന്നോട്ടെ, അനുജന്റെ അടുത്ത് നിന്നോട്ടെ, എളാപ്പാന്റെ തറവാട്ടിൽ നിന്നോട്ടെ. നിങ്ങൾക്ക് നോക്കാൻ കഴിയോ? നിങ്ങൾക്ക് സ്വർഗമാണ്. നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയോ? നിങ്ങൾക്ക് സ്വർഗം. ആ സ്വർഗമാണ് നമ്മൾ തട്ടിക്കളിക്കണത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. മിമ്പറിൽ കയറി പുണ്യനബി ദുആ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്തത് ജിബ്രീൽ അലൈഹിസ്സലാം. നബി തങ്ങൾ ആമീൻ പറഞ്ഞു. 3 ആമീൻ. ആ 3 ആമീനിൽ ഒരു ആമീൻ ആരാണ്? ഏത് വിഷയത്തിലാണ്? മാതാപിതാക്കളുടെ വിഷയത്തിലാണ്. മൻ വജദാ ബവൈഹി, സ്വന്തം മാതാപിതാക്കളിൽ ഒരാളെയോ രണ്ടാളെയോ വാർദ്ധക്യ സമയത്ത് പരിപാലിക്കാൻ അവസരമുണ്ടായ ഒരു മോന് അല്ലെങ്കിൽ ഒരു മോള്, അവർ രണ്ടുപേരെയും നോക്കാതെ പരിചരിക്കാതെ, ഒരുപക്ഷെ അവര് ചിരി നാവിന് ഇച്ചിരി വർത്തമാനം കൂടുതലുള്ളവരോ, ചീത്ത വിളിക്കുന്നവരോ, ദേഷ്യപ്പെടുന്നവരോ, പറഞ്ഞു തന്നെ പിന്നെയും പറയുന്നവരോ, വൃത്തിയായി കൊണ്ടു നടക്കാനൊന്നും അവർക്കറിയില്ല ചിലപ്പോ. അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ നിന്റെ ഉപ്പയാണ്, നിന്റെ ഉമ്മയാണ്. ആ ഉമ്മയെ സംരക്ഷിക്കേണ്ട ഒരവസരമുണ്ടായിട്ട് ഫലം യുദ്ഖിലാഹുൽ ജന്ന, മാതാപിതാക്കളെ നോക്കിയാൽ സ്വർഗം കിട്ടുമായിരുന്നു. എന്നിട്ട് സ്വന്തം മാതാവോ പിതാവോ വാർദ്ധക്യ സമയത്ത് തൻ്റെ കൂടെ ജീവിച്ചിട്ട് അവർക്ക് സേവനം ചെയ്ത് സ്വർഗം വാങ്ങാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ നിന്ന് അയാളെ നീ ദൂരത്താക്കേണമേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മദീന പള്ളിയുടെ മിമ്പറിൽ വന്ന് ദുആ ചെയ്യുമ്പോ, നബിയേ നിങ്ങൾ ആമീൻ പറയണേ. ഫഖാല ആമീൻ. സയ്യിദുൽ മലായിക ദുആ ചെയ്യുന്നു, സയ്യിദുൽ അംബിയാ സയ്യിദുൽ ഖൽഖ് ആമീൻ പറയുന്നു. ദുആ ചെയ്തതൊരു മഹാൻ, ആമീൻ പറഞ്ഞത് അതിലും വലിയ മഹാൻ. ഈ ദുആ ലോകത്ത് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ദുആയാണ് അല്ലാഹു സ്വീകരിക്കുക? നിങ്ങൾ പറയും. ഇതിനപ്പുറം ഒരു ദുആ ഉണ്ടോ? ബാക്കി 2 എണ്ണം, ഒന്ന് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ചാണ്, മറ്റൊന്ന് റമളാനിനെ കുറിച്ചാണ്. നമ്മൾ റജബിൽ എത്തിക്കഴിഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണേ, റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ. അല്ലാഹുമ്മ സല്ലിം റമളാന ലനാ വസല്ലിം അല്ലാഹുവേ ഞങ്ങൾ റമളാനിലേക്ക് സുരക്ഷിതമായി എത്തിക്കണമേ എന്ന് ദുആയിരുന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൻ അദ്റകഹു റമളാൻ ഫലം യുഗ്ഫർ ലഹു. റമളാൻ വന്നിട്ടും
എല്ലാ കുരുത്തക്കേടും നിർത്തിവെച്ച്, മൊബൈൽ കളിയൊക്കെ നിർത്തിവെച്ച് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങി കരഞ്ഞ് പടച്ചവനെ നീ എന്നെ സ്വീകരിക്കണേ എന്ന് ദുആയിരക്കാൻ ഭാഗ്യം കിട്ടാതെ റമദാൻ കഴിഞ്ഞു പോകുമ്പോഴും പാപിയായി മാറുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവേ നീ അവനെ റഹ്മത്തിൽ ദൂരെ റഗിമ അൻഫു, ആ മനുഷ്യന് ഒന്നും ഗുണം പിടിക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആയാണ്. അതിന് പുണ്യനബി പറഞ്ഞു ആമീൻ. മദീനയുടെ മിമ്പറിന്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തങ്ങൾ പറഞ്ഞതാണ്. പിന്നൊന്ന്, അങ്ങയുടെ പേര് പറയപ്പെടുന്ന നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടിയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു അവരെ ദൂരെയാക്കട്ടെ. എത്ര എളുപ്പമുള്ള വിഷയം സ്വലാത്ത് ചൊല്ലാൻ. നമ്മുടെ മടി കൊണ്ട് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത്, ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലാൻ മടിയുള്ള ആളുകൾക്ക് അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ നിന്ന് അവരെ ദൂരെയാവട്ടെ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പുണ്യ നബിയോട് ആമീൻ പറയാൻ പറഞ്ഞു. അമ്മീൻ തങ്ങൾ പറഞ്ഞു ഖാല ആമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ ഏറ്റവും വലിയൊരു ദുആ മാതാപിതാക്കളുമായി, റമളാനുമായി, പുണ്യനബിയുടെ സ്വലാത്തുമായി, ഈ 3 കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത്രയും പ്രാധാന്യമുള്ള വിഷയമാണ്. അത് നമ്മൾ മറന്നു പോവല്ലേ. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മുടെയും പുണ്യ ഹബീബിൻ്റെയും ആത്മാവുമായി, റൂഹുമായുള്ള ഒരു ആത്മീയ ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടും. മറ്റൊന്ന് നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞാൽ മൗസിമുൽ ഖൈറാത്തുമായുള്ള ബന്ധമാണ്, നന്മയുടെ വസന്തവുമായുള്ള ബന്ധമാണ്, റമളാനുമായുള്ള ബന്ധമാണ്. റമളാൻ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു ദറുൽ ഹമദാനി തങ്ങളെ സ്വന്തം മോൻ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് പറയുന്ന വാക്കാണ്, മോനെ ഖദ് കുൻത ബി ബാറ, നീ എന്നോട് ഗുണം ചെയ്ത മോനായിരുന്നു മോനെ. നിന്നെക്കുറിച്ച് വാപ്പാക്കൊരു പരാതിയും അല്ലാഹുവിനോട് പറയാനില്ല. അല്ലാഹുമ്മ ദുആയിരക്കാണ്, അല്ലാഹുമ്മ ഇന്നക വഅഅതനി സവാബ ബിസ്സബ്രി അലാ ദർ, അല്ലാഹുവേ എൻ്റെ മോൻ ദർ മരണപ്പെട്ടതിന് ക്ഷമിച്ചാൽ കൂലി തരുമെന്ന് നീ പറഞ്ഞില്ലേ. അല്ലാഹുമ്മ ഫഅലാ ദദ്ദിൻ സ്വലവാതുക വറഹ്മതുക, നിന്റെ രക്ഷയും നിന്റെ കരുണയും എൻ്റെ മോൻ ദർറിനുണ്ടാവണേ. അല്ലാഹുമ്മ ഇന്നി ഖദ് വഹബ്തു മാ ജഅൽത ലീ മിൻ അജ്രിൻ അലാ ദർദിൻ ലിദർദിൻ സുലതൻ മിന്നി. പടച്ചവനെ എൻ്റെ മോൻ മരിച്ചപ്പോൾ ഞാൻ ക്ഷമിക്കാൻ, ആ ക്ഷമിച്ചതിന് കൂലി തരൂലേ, ആ കൂലി എൻ്റെ മോൻ ദർറിന് കൊടുക്ക് റബ്ബേ, കാരണം അവൻ എനിക്ക് ഗുണം ചെയ്ത മോനാണ്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഇങ്ങനെ ദുആ ചെയ്യണേ. എന്തെങ്കിലും ഒരു തെറ്റവരുന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം അവർക്ക് മാപ്പ് കൊടുക്കിൻ. അവർക്ക് നിങ്ങളല്ലാതെ ആരാണ് നിങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വിഷയമല്ലേ, നിങ്ങളുടെ മക്കളല്ലേ, മക്കൾക്ക് നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണ്ടേ? അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കിൻ. മക്കള് മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കിൻ. മാതാപിതാക്കൾ അത് കൊടുക്കാതിരിക്കല്ലേ. കൽബിനുള്ളിൽ കിടക്കുന്ന എല്ലാ വിഷമങ്ങളും, കൽബിനുള്ളിൽ കട്ടയായി കിടക്കുന്ന ചില വേദനകൾ ഉണ്ടാകും. ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, മാതാപിതാക്കൾക്ക്, മക്കളോട്, മക്കൾക്ക് അങ്ങോട്ട് എല്ലാം ഉരിഞ്ഞ് ഇല്ലാതെയായി കഴുകി ശുദ്ധിയായി നമ്മുടെ കൽബുകളെ നന്നാക്കി വെക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു കൊടുക്കും. വിഷമങ്ങളില്ലാതിരിക്കട്ടെ. മക്കൾക്ക് വേണ്ടി, ഖൈറിന് വേണ്ടി ദുആ ചെയ്യിൻ. അല്ലാഹുവേ എൻ്റെ മോൻ ദർറിന് കൊടുക്കണേ, നീ എനിക്ക് നൽകാൻ വിചാരിച്ച നിന്റെ തീരുമാനത്തിലുള്ള നിന്റെ പ്രതിഫലം എനിക്ക് വേണ്ട റബ്ബേ, എൻ്റെ മോൻ ദർറിന് കൊടുക്കണേ. സുലതൻ മിന്നി, അതെൻ്റെ മോനോട് ഞാൻ ചെയ്യുന്നൊരു കടപ്പാടാണ്. നോക്കണേ എന്തൊരു നല്ല വാപ്പയാണത്. ഫതജാവസ അൻഹു, അല്ലാഹു എൻ്റെ മോന് നീ മാപ്പ് കൊടുക്കണേ. ഫഇന്നക അർഹമു ബിഹി മിന്നി വഅക്റം, എന്നെക്കാളും റഹ്മത്ത് ചെയ്യാനും എന്നെക്കാളും കരുണ ചെയ്യാനും ഔദാര്യം ചെയ്യാനും നിനക്കാണ് കഴിവുള്ളത്. എന്നിട്ട് മഹാനവറുകളുടെ എഴുന്നേറ്റ് പോരാണ്, പറയുന്നു യാ ദർ ഖദിൻ സറഫ്നാ, ദർറന്ന മോനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോരുകയാണ് മോനെ. ഞങ്ങൾ ഇവിടെ നിന്റെ കൂടെ ഖബറിൽ കിടന്നാൽ പോലും വലൗ അഖംനാ മാ നഫഅനാക്, ഞങ്ങൾ നിന്റെ കൂടെ ഇവിടെ തന്നെ പള്ളിക്കാട്ടിൽ ഇരുന്നു എന്ന് വിചാരിക്കുക, ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല, ഞങ്ങൾ പോവാണ്. അതുകൊണ്ട് മോനെ നീ ഒറ്റക്കാണെന്ന് വിഷമിക്കല്ലേ, അള്ളാഹു നിനക്ക് കൂട്ടിനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ആശ്വാസം കൊണ്ട ഒരു വാപ്പയാണ് ഉമർ ഇബ്നു ദറുൽ ഹമദാനി. അവിടെ വാപ്പയുടെ പേര് ദർറെന്ന ആ പേരാണ് മോനിട്ടത്. അബൂദർ ഉമർ ഇബ്നു ദറുൽ ഹമദാനി റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. ഇത് എത്ര വലിയ ക്ഷമയുടെ ഉദാഹരണമാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ അങ്ങനത്തെ ഒരു മാതാവും അങ്ങനത്തെ ഒരു പിതാവും അങ്ങനത്തെ ഒരു മക്കളും അല്ലാഹു നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. യാ റബ്ബ് യാ റബ്ബ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായി കിടക്കുന്ന ഒരു ഉമ്മയുടെ അരികത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പെണ്ണ് രോഗത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. പനിയാണ്. ഇപ്പൊ പറയില്ലേ ഒരു ലക്ഷണം കെട്ട പനി, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പനി ഉണ്ടാവുമ്പോൾ, എനിക്കിപ്പോൾ കോൾഡ് ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ പനി ഉണ്ടാവും, കോൾഡ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് ആ ഒരു അസുഖം വരുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു എന്തോ ഒരു ദേഷ്യവും എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥതയും ഒരു ക്ഷമ കുറവൊക്കെ വരും, സ്വാഭാവികമാണ്. പക്ഷെ വരരുതേ,
ഒരിക്കലും വരരുത്. അതിലൊരിക്കലും നമ്മുടെ റബ്ബിനെ നമ്മൾ ഒരിക്കലും പരാതി അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയരുത്. അള്ളാഹുവിനോട് നമുക്ക് ശക്വ പറയാം, പക്ഷെ അള്ളാഹുവിനെ പറ്റി പരാതി പറയരുത്. അള്ളാഹുവിന്റെ ഹബീബ് ആ ഉമ്മയുടെ അരികത്ത് ചെല്ലുമ്പോൾ ആ ഉമ്മ വല്ലാണ്ട് ചീത്ത പറയുന്നുണ്ട്. അസുഖത്തെ, പനിയായിരുന്നു, വല്ലാണ്ട് ചീത്ത പറയുന്നുണ്ട്. ഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്. ഉമ്മ ചീത്ത പറയണ്ട ഉമ്മ. കൊല്ലന്മാർ ഇരുമ്പ് നന്നാക്കുമ്പോ ഇരുമ്പ് ചൂടാക്കിയെടുത്ത ആ ഇരുമ്പിനെ അവരടിച്ചു പരത്തി അവരുദ്ദേശിക്കുന്നതാക്കി മാറ്റുമ്പോ തീ കൊണ്ടാണ്, തീ എന്ന ഉലയിൽ നിന്നാണ് ഇരുമ്പിന്റെ കറകളൊക്കെ കളയുന്നത്. ഇരുമ്പിന്റെ കറകൾ കളഞ്ഞ് അതിനെ ശരിക്കങ്ങ് അവർ പാകപ്പെടുത്തിയെടുക്കും. ഇരുമ്പിന്റെ കറകൾ തീയിലൂടെ കരിഞ്ഞു പോകുന്ന പോലെ പനിയെന്ന ചൂടിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ തിന്മകളെ അള്ളാഹു കരിച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു. അള്ളാഹു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ എഴുതി വെക്കുകയും അള്ളാഹു രേഖപ്പെടുത്തുകയും ആ സ്ഥാനത്തെത്താൻ മാത്രമുള്ള അധ്വാനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് രോഗം തന്നുകൊണ്ട് അതിന്റെ ക്ഷമയാൽ അള്ളാഹു നിങ്ങളെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില ഫലം യബ്ലുഗ്ഹാ ബിഅമലിൻ. നമ്മൾ ചെയ്യുന്ന അധ്വാനമൊന്നും അതുകൊണ്ട് എത്തുന്നില്ല. നമ്മുടെ അധ്വാനം കൊണ്ടൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം അല്ലാഹു തആല നമുക്ക് ലക്ഷ്യമാക്കി വെച്ച നമ്മുടെ ഒരു സ്വർഗത്തിലെ സ്ഥാനം, ആ സ്ഥാനത്തേക്കുള്ള പണിയൊന്നും നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി ഔ മാലിഹി. ചില ആളുകളുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗം, അവരുടെ സമ്പത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ, കടുത്ത പരീക്ഷണങ്ങൾ വരും. ശരീരത്തിൽ കിഡ്നിയും ഹാർട്ടും ലിവറും പാൻക്രിയാസ്, നമ്മുടെ ബ്രെയിനിന്, തലച്ചോറിന്, സ്പൈനൽ കോഡിന്, ഇതൊക്കെ എന്തെല്ലാം അസുഖങ്ങൾ. അല്ലാഹുവേ നീ ശിഫയാക്കണേ റബ്ബേ. ഒരുപാട് രോഗികൾ ദുആ വസിയത്തുണ്ട്, പടച്ചവനൊക്കെ ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാന കാലം അവർക്ക് കൊടുക്കുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ അല്ലെങ്കിൽ വലിയ അസുഖങ്ങൾ അല്ലാഹു അവർക്ക് സ്വർഗത്തിൽ രേഖപ്പെടുത്തി വെച്ച സ്ഥാനത്തേക്ക് ഉയരാൻ 1000 കൊല്ലം സുജൂദിൽ കിടന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ കിട്ടുമായിരുന്ന പ്രതിഫലം 1 കൊല്ലത്തെ ക്യാൻസറിന്റെ വേദന കൊണ്ട് അല്ലാഹു കൊടുക്കുന്നുണ്ടാകാം, അതിലേറെ കൊടുക്കുന്നുണ്ടാകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില ആളുകളെ അവനുദ്ദേശിച്ച സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ അവർക്ക് പരീക്ഷണം കൊടുക്കുന്നുണ്ട്. അത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവരോടുള്ള വിഷമം കൊണ്ടല്ല, സ്വർഗത്തിലെ ഉന്നതമായ മഖാമിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുപോകാനാണ്. അല്ലാഹുവേ ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. നമ്മുടെ മുണ്ടമ്പറമ്പ് മുഹമ്മദ് ബാഖവി, അല്ലാഹുവിനെ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ പടച്ചവനെ, സലാമത്ത് നൽകണേ പടച്ചവനെ. ആലിമാൻ, മുദരിസാൻ, ഒരുപാട് കുട്ടികളുടെ ഉസ്താദാണ്. അല്ലാഹുവിനെ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ റബ്ബേ. എൻ്റെ സുഹൃത്ത് അലവിക്കുട്ടി ഹുദവിയുടെ ജ്യേഷ്ഠനാണ്. പടച്ച റബ്ബേ നീ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ശ്ഫിഹി യാ റബ്ബ് ശിഫാഅൻ ആജിലൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. 12 വയസ്സുള്ള ചെറിയ മോനെ എനിക്കറിയാം, എറണാകുളം ജില്ലയിലാണ്, മൂവാറ്റുപുഴ ഭാഗത്ത്. കണ്ണിന് വലിയൊരു അസുഖം വന്ന് കണ്ണില്ല, ശരിക്ക് കണ്ണിൻ്റെ ഭാഗം ഇത്ര വലിയൊരു മുഴയായി ഒരു ഇറച്ചി കഷ്ണമായി പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ആ കുട്ടി അല്ലാഹുവേ നീ എന്നെ അസ്രായിൽ എൻ്റെ അടുത്തേക്കൊന്ന് പറഞ്ഞേക്കോ എന്ന് വരെ ആ കുട്ടി പറയാൻ തുടങ്ങി. ആ കുട്ടിയെ ഞാൻ കണ്ടു. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അല്ലാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവൻ. നല്ല മോനാണ്. സാദേ ദ്വാരക്കണേ. അങ്ങനെ 3 പ്രാവശ്യം കുട്ടീനോട് പല സമയത്തായി പറഞ്ഞു. നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം സങ്കടപ്പെട്ടു പോകും. അല്ലാഹുവേ ഉമ്മയും ഉപ്പയും ആ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാട്, അവരുടെ ത്യാഗം അല്ലാഹു നീ കബൂലാക്കണേ റബ്ബേ. ആ കുട്ടിക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഖലീൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ. സലാമത്ത് നൽകണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ മക്കളൊക്കെ അത്തരം അസുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ മാതാപിതാക്കൾക്കാണ് അതിന്റെ പ്രതിഫലം, അവരുടെ ക്ഷമക്കാണ് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത്. കൊച്ചുമക്കൾ അവരെന്തായാലും സ്വർഗത്തിന്റെ അസ്വാഫീറുൽ ജന്ന, സ്വർഗത്തിന്റെ കിളികളാണ്, പക്ഷികളാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സ്വർഗത്തിലേക്കാണ്. കൊച്ചുമക്കൾ മരണപ്പെടുമ്പോൾ അവർ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം 7-ാം ആകാശത്ത് അള്ളാഹുവിന്റെ വലിയൊരു മഖാമിൽ മഹാനവറുകൾ കൊച്ചുമക്കളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവെന്ന് മരിച്ചു പോകുന്ന കുട്ടികളൊക്കെ ഖലീലുല്ലാഹി തങ്ങളുടെ കൂടെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടെ നിന്നാണ് പിന്നെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു മാതാവും പിതാവും ചെറിയ കുഞ്ഞ് നഷ്ടമാകും, എൻ്റെ കുഞ്ഞ് പോയല്ലോ എന്ന് വിചാരിക്കല്ലേ. വിഷമിക്കലിന് വേദനയുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ ആ കുഞ്ഞ് പോയത് നിങ്ങളുടെ കൈകളിൽ നിന്ന് പോയി, നിങ്ങളുടെ ഭർത്താവിന്റെ കുഞ്ഞിന്റെ ഉപ്പയുടെ കൈകളിൽ നിന്ന് പോയി, ഉമ്മയുടെ കൈകളിൽ നിന്ന് പോയി. പക്ഷെ എത്തിപ്പെട്ടത് ആരുടെ കൈകളിലേക്കാണ്?
ഖലീലുല്ലാഹിയുടെ കയ്യിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. മുഹിബ്ബുദ്ദീഫാൻ, അതിഥികളെ അത്രമേൽ സൽക്കരിക്കുന്ന മഹാനാണത്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ഒരു വിഷമവും ഖലീലുല്ലാഹി തങ്ങളുടെ കൂടെ വരില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതൊക്കെ മുഅ്മിനീങ്ങൾ കിട്ടുന്ന സൗഭാഗ്യമല്ലേ? ഈ ഈമാനും വിശ്വാസവും നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ തകർന്നു പോയേനെ. ഒരു കുഞ്ഞ് മരിച്ചാൽ ഒരു കുടുംബം തകരും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, എൻ്റെ റബ്ബ് തീരുമാനിച്ചു അത് നടന്നു എന്ന് പറയാനുള്ള കരുത്തും ഈമാനും യഖീനും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നൽകിയതിന്റെ പേരിലല്ലേ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്ത് ആർക്ക് ഇതൊക്കെ സഹിക്കാൻ കഴിയും? വേദനകൾ ആർക്ക് കടിച്ചിറക്കാൻ കഴിയും? ഓരോ സൂചിയുടെ വേദനക്ക്, മുള്ളിന്റെ വേദനക്ക്, നഖമൊന്ന് മുറിച്ചു കളയുമ്പോൾ ഇച്ചിരി കയറിപ്പോയാൽ എത്ര വേദനയാണ്. എല്ലാറ്റിനും അല്ലാഹു തആല നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി ഔ മാലിഹി, സമ്പത്തിലും ശരീരത്തിലും അല്ലാഹു പരീക്ഷണം കൊടുക്കും. ചില ആളുകൾ അമൽ കൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്ന് അല്ലാഹു കാണുമ്പോൾ ഔ ഫീ വലദി തുമ്മ സബ്ബറ അലാ ദാലിക്, എന്നിട്ട് ക്ഷമിക്കാനുള്ള കരുത്തും അല്ലാഹു കൊടുക്കും. ഹത്താ യുബ്ലിഗഹു അൽ മൻസിലതല്ലതി സബഖത് ലഹു മിനല്ലാഹി അസ്സ വജൽ, അല്ലാഹു ആദ്യമായി അവർക്ക് നിശ്ചയിച്ച ഓശാരമായി കൊടുത്ത ആ സ്ഥാനത്തേക്ക് എത്താൻ മാത്രമുള്ള ക്ഷമ ഈ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അതുകൊണ്ട് പരീക്ഷണങ്ങളുടെ മുമ്പിൽ നമുക്ക് ക്ഷമയോടെ നിൽക്കാം. ഈ ഉമ്മത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ കേൾക്കുന്നവരാണ്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാൻ, കളിയാക്കലുകളും പരിഹാസങ്ങളുടെയും നടുവിലാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് ഇൻ തദ്ഹകൂ മിന്നാ ഫഇന്നാ നദ്ഹകു മിൻകും, ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ പരലോകത്ത് ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ, ഞങ്ങൾ നിങ്ങളോടും പരിഹസിക്കുന്നൊരവസ്ഥ വരും. ഇവിടെയല്ല, നാളെ പരലോകത്ത് മുഅ്മിനീങ്ങളോട് പരിഹാസത്തോടെ നോക്കുകയും അവരെ കളിയാക്കി ചിരിക്കുകയും ഇസ്ലാം എന്ന മനോഹരമായ അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ സംവിധാനത്തിന്റെ ഒരു ചുക്കും പഠിക്കാതെ ആരൊക്കെയോ എഴുതി വെച്ച ആരോപണങ്ങളുടെ ഏതെങ്കിലും നൂലാമാലകൾ മാത്രം വായിച്ചു കൊണ്ടുവന്ന് പൊതു സദസ്സിന്റെ മുമ്പിൽ വന്ന് ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത് കയ്യടി വാങ്ങുന്ന സാധുക്കളായ ഭ്രാന്ത് പിടിച്ച ആളുകൾ, തലക്ക് ഭ്രാന്ത് പിടിച്ചവരെന്നാ ഞാൻ പറയാ. കാരണം അവർ സത്യം കാണാൻ സമയം കൊടുക്കാത്തവരാ. അവരെ പരിഹാസത്തിന് വേണ്ടി മാത്രമാണ് ഖുർആൻ നോക്കിയത്. പുണ്യ നബിയുടെ ജീവിതം പഠിച്ചിട്ടുള്ളത് പരിഹസിക്കാൻ മാത്രം നോക്കിയാണ്. അവരിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെന്ന് അല്ലാഹുവിന് അറിയുമെങ്കിൽ നന്മയും സത്യവും കേൾക്കാൻ അല്ലാഹു അവർക്ക് അവസരം കൊടുക്കുമായിരുന്നു. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. വിശുദ്ധ ഖുർആൻ പറയാ, ഇതൊക്കെ നിങ്ങൾ ഈ ഉമ്മത്ത് കേൾക്കേണ്ടി വരും, പക്ഷേ ക്ഷമിക്കണമേ. അല്ലാഹു നമുക്ക് ക്ഷമ നൽകട്ടെ. നമ്മൾ ദഅവത്തുമായി മുന്നോട്ട് പോവാൻ നമ്മുടെ ജാമിഅ ജലാലിയയുടെ ഈ ഒരു തഫ്സീർ റിസർച്ച് സെന്റർ ഈ പ്രതിസന്ധികൾക്കിടയിലാണ് മുന്നോട്ട് വരുന്നത്. ലോകത്ത് മുഴുവൻ അള്ളാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും വെറുതെ ഒരു ന്യായവുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ മേൽ കെട്ടിവെച്ച് മുഅ്മിനീങ്ങളുടെ ഈമാൻ പോലും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നിടത്താണ് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇത്ര വലിയ അത്ഭുതമാണ്. വലിയ അത്ഭുതമല്ലേ ഇത്? ഇന്നാ നഹ്നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മുനാഫിക്കുകളുടെ നേതാവെന്ന് വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അയാളുടെ മകനുണ്ട്, സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ മകൻ സ്വഹാബിയാണ്. മകന്റെ പേര് അബ്ദുള്ള എന്നാണ്, വാപ്പാന്റെ പേര് അബ്ദുള്ളയാണ്. ഒരു അബ്ദുള്ള സ്വഹാബിയാണ്, മറ്റേ അബ്ദുള്ള കാഫിറാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ സ്വഹാബിയാണ്, പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ കാഫിറാണ്, മുനാഫിഖാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് വരെ മഅദല്ലാഹ് വഹാശാ ലഹാ അൻ തസ്നിയ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന ത്വയ്യിബൂന ലിത്വയ്യിബാതി വത്വയ്യിബാതു ലിത്വയ്യിബീൻ, സജ്ജനങ്ങളായ ആളുകൾക്ക് സജ്ജനങ്ങളെയല്ലയോ അല്ലാഹു ഇണകളാക്കി കൊടുക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ ഇണ എങ്ങനെയാണത് ചെയ്യുന്നത്? സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും കണ്ണുയർത്തി നോക്കാത്ത ഒരു സ്വഹാബിയെയാണ് അവരത് കൂട്ടുപിടിച്ചത്. മഹാനായ സ്വഹാബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ട് കിടക്കുന്ന മരുഭൂമിയിൽ ഒറ്റക്കായപ്പോ ഒട്ടകപ്പുറത്ത് മഹദിയെ കയറ്റിയിരുത്തുകയും ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മരുഭൂമിയിലൂടെ ഉറക്കം തൂങ്ങി തളർന്ന് അവശനായിട്ട് പോലും ആ ഒട്ടകത്തിന്റെ പിറകിൽ ആയിഷ
ആയിഷ ബീവിയുടെ കൂടെ ഇരിക്കാൻ ഒരിക്കലും സമ്മതിക്കാതെ ആയിഷ റളിയല്ലാഹു അൻഹ ഹിജാബ് ധരിച്ചു കിടക്കുന്ന ആയിഷ ബീവി ഒറ്റക്ക്, അവർ തമ്മിൽ ഒരു സംസാരം പോലും ഉണ്ടായില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞില്ലേ. ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇങ്ങനെ ഒരു ഇസ്തിർജാഇന്റെ ശബ്ദം മരുഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ മാല തെരഞ്ഞു പോയതാ. പുണ്യ നബിയോടൊപ്പമുള്ള യാത്രയായിരുന്നു. ഹബീബും സ്വഹാബികളും വിശ്രമിക്കാനിരുന്ന സ്ഥലമാണ്. ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ മാലയും അന്വേഷിച്ചു പോയി തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ ഒട്ടകക്കട്ടിലടക്കം എടുത്തു വെച്ച് സ്വഹാബിമാർ യാത്രയായിട്ടുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഹബീബിന്റെ ഭാര്യയോട് ആ ഒട്ടകക്കട്ടിൽ ഒട്ടകത്തിന്റെ മീതെ എടുത്തു വെക്കുന്ന സ്വഹാബി ആയിഷ ബീവി അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന വിചാരത്തിലാണ് എടുത്തു വെക്കുന്നത്. അല്ലെങ്കിൽ അവർ സംസാരിക്കുമായിരുന്നുവെങ്കിൽ ആയിഷ ബീവി എന്താ വർത്താനമെന്നോ സുഖം തന്നെ അല്ലേ എന്നോ എന്തെങ്കിലും ഒരു വർത്തമാനം സ്വഹാബിമാർ സംസാരിക്കുമായിരുന്നുവെങ്കിൽ ആ ഒരു സംഭവം നടക്കില്ലായിരുന്നു. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹൗദജ്, ആ ഒട്ടകക്കട്ടിലിന് ഭാരമുണ്ട്, ബീവിയും ഭാരം കുറവാണ്. അതിൻ്റെ പേരിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു വാക്ക് പോലും പറയാതെയാണ് ബീവി അതിനുള്ളിൽ ഉണ്ട് എന്ന വിശ്വാസത്തിൽ അവരെടുത്തു വെച്ചതും ഒട്ടകം യാത്രയായതും. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു ആ സംഘത്തിൽ നിന്ന് വീണു പോകുന്ന എന്തെങ്കിലും പെറുക്കിയെടുക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്നത് എടുക്കാൻ നബി തങ്ങൾ നിയോഗിച്ച സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് വരാറുള്ള സ്വഹാബിയാണ്. പക്ഷേ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പറയാറുണ്ട്, ഇത്രമേൽ തഖ്വയുള്ള ഒരു അന്യ പെണ്ണിനോട് സംസാരിക്കുകയോ കണ്ണുയർത്തി നോക്കുകയോ പോലും ചെയ്യാത്ത ഏറ്റവും നല്ല ഹയ്യായ ലജ്ജയും നാണവുമുള്ള സ്വഹാബിയാണ് സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആരുമില്ലാത്ത ഒരിടത്ത് ഒരു പാറയുടെ മുകളിൽ നിലാവിന്റെ വെളിച്ചത്തിൽ ഒരു പെണ്ണിരിക്കുന്നത് കാണുന്നു. ഇത് സ്വഹാബിമാർ കടന്നുപോയ വഴിയാണ്. ആ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് ഹബീബിന്റെ ഭാര്യയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയെ ഹിജാബിന്റെ നിയമം ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടു പരിചയമുണ്ട് എന്ന് മഹദി പറയുന്നുണ്ട്. അന്നത് അനുവദിക്കപ്പെട്ടതായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഐഡന്റിഫൈ ചെയ്തു. അവിടെ പറഞ്ഞ വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനെ, ഇതെന്തൊരു പരീക്ഷണമാണ്. നിന്റെ ഹബീബിന്റെ ഭാര്യ മരുഭൂമിയിൽ ഒറ്റക്കോ. ഇതല്ലാതെ ആയിഷ ബീവിയോട് എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങൾ ആരാ എന്നും ചോദിച്ചില്ല. സ്വഹാബിയാണെന്നറിയാം. ഒട്ടകം താഴ്ത്തി കൊടുത്തു, ബീവി അതിന്റെ മീതെ കയറിയിരുന്നു. അവർ രണ്ടുപേരും മദീനയിലേക്ക് ഹബീബിന്റെ വീട്ടിലേക്ക് എത്തുന്നവരെ ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ലെന്നാണ് ഹദീസ്. ഒരു സംസാരം അവിടെ ഉണ്ടായില്ല. ആ ഒരു യാത്രയുടെ പേരിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു അന്യപുരുഷന്റെ കൂടെ വ്യഭിചാരം ചെയ്തു എന്ന് ഈ ദുഷ്ടനായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പറഞ്ഞു വരുത്തിയത്. ഹബീബിന് എത്ര വേദനയുണ്ടായി, എത്ര കണ്ട് നബി തങ്ങൾ വേദനിച്ചു. ഒരു മാസം അത് സംബന്ധമായ വഹി വരാതെ നബി തങ്ങൾ വിഷമിച്ചില്ലേ? അത്രമേൽ വിഷമിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബിന് വേദനയുണ്ടാക്കിയ ഈ നുണപറച്ചിലിന്റെ നേതാവ് വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെക്കുറിച്ച് ഇതുപോലെയുള്ള അപരാധം പറഞ്ഞു പരത്തിയ അഹങ്കാരിക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ പറഞ്ഞില്ലേ? ആ വല്ലദീ തവല്ലാ കിബ്റഹു എന്ന് പറഞ്ഞ ആള് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാൻ ബിത്തിഫാഖിൽ ഉലമാ. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് വന്ന് മകൻ പറയാണ്, നബിയേ, എൻ്റെ വാപ്പ കച്ചവട സംഘവുമായി മദീനയുടെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ വാപ്പാക്ക് മദീനക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ റസൂലേ അങ്ങ് സമ്മതം തരണം. പിന്നെ ഞാനൊന്ന് പറയാം നബിയേ, എൻ്റെ വാപ്പ അങ്ങയെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എൻ്റെ വാപ്പയാണത്. അതുകൊണ്ട് റസൂലേ, എൻ്റെ വാപ്പയെ വകവരുത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്വഹാബിയെ ഏൽപ്പിക്കുകയും ആ സ്വഹാബി എൻ്റെ വാപ്പയെ കൊല്ലുകയും ചെയ്താൽ, നബിയെ, ഞാനൊരു മനുഷ്യനല്ലേ, സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ജാഹലിയത്തിൻ്റെ സ്വഭാവമോ ചിന്തയോ എൻ്റെ മനസ്സിൽ വരികയും എൻ്റെ വാപ്പയുടെ ഘാതകനെ ഞാൻ കൊല്ലുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്താൽ അത് കുറ്റമല്ലേ നബിയെ? അതുകൊണ്ട് ആരെയും ഏൽപ്പിക്കരുത്, അത് ഞാൻ ചെയ്യാം അങ്ങേക്ക് വേണമെങ്കിൽ. മകൻ പറഞ്ഞതാ. എന്താണ് ഹബീബിന്റെ മറുപടി? ഇത് ചരിത്രം കേൾക്കണം. അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്നവരോ ഹബീബായ നബിയെ ഇനിയും അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഒന്നറിയണം. ബൽ നസ്ബിറു അലാ വാലിദിക്, മോനെ, നിന്റെ വാപ്പയുടെ വിഷയത്തിൽ വാപ്പയെ കൊല്ലാൻ ഒരാഗ്രഹവുമില്ല. വാപ്പ ഒരുപാട് എന്നെ വേദനിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ബൽ നസ്ബിറു അലാ അബീക്, നിന്റെ വാപ്പയുടെ വിഷയത്തിൽ നമ്മൾ ക്ഷമിക്കുകയാണ് മോനെ, ക്ഷമിക്കുകയാണ്. ഹബീബിന്റെ ക്ഷമയാണത്.
നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്റെ വാപ്പയുടെ കച്ചവട സംഘം അവിടെ നിന്ന് തിരിച്ചുവിടാൻ പറഞ്ഞാൽ മദീനയിലേക്ക് കടക്കാതെ മദീനയുടെ മാർക്കറ്റിലേക്ക് വരാൻ കഴിയാതെ അവരെ ഞാൻ തിരിച്ചുവിടും നബിയെ, ഞാൻ അവരെ സ്റ്റോപ്പ് ചെയ്തു പോന്നതാണ്. അങ്ങ് സമ്മതം തന്നാൽ ഞാൻ അവരെ ഉള്ളിലേക്ക് വിടാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി, മോനെ, നിന്റെ ഉപ്പയെ അകത്തേക്ക് കടത്തിവിട്ടോളൂ, അയാൾ വന്നോട്ടെ. അത് മാത്രമോ, വാപ്പ മരിച്ചപ്പോ, ഈ മുനാഫിക്കായ മനുഷ്യൻ മരിച്ചപ്പോ, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മദീനയുടെ രാജാവാകാൻ കൊതിച്ചിരുന്ന ആളാണ്. മദീനയുടെ രാജാവാകാൻ പട്ടം കെട്ടി നടന്നിരുന്ന ആളാണ്. ആ സമയത്താണ് ഹബീബായ നബി മദീനത്തേക്ക് വരുന്നതും മദീനയുടെ ചിത്രമാകെ മാറുന്നതും. അതിൽ അസൂയപ്പെട്ട ആളാണ് ഇയാൾ. പക്ഷേ മരിക്കാൻ പോകുമ്പോ ഒരു കാര്യം പറഞ്ഞു, മോനെ അബ്ദുല്ലാ, മുഹമ്മദ് നബിതങ്ങളോട് പോയിട്ട് നബിതങ്ങളുടെ ഒരു ഖമീസ് എനിക്ക് വേണമെന്ന് പറയണം. ഹബീബിന്റെ ശരീരവുമായി ചേർന്ന് നിന്ന ഒരു വസ്ത്രം എന്റെ ശരീരത്തിൽ എനിക്ക് അണിയാൻ തരണം. ആ വസ്ത്രം ഇട്ടുകൊണ്ടാണ് ഞാൻ ഖബറിൽ കിടക്കുന്നതെങ്കിൽ അല്ലാഹു എന്നോട് റഹ്മത്ത് കാണിച്ചേക്കാം. ആരാ പറയുന്നത്? ഈ മുനാഫിക്കായ മനുഷ്യൻ. അതിന് മറുപടി നബിതങ്ങൾ എന്തു ചെയ്തു എന്ന് ചരിത്രം വായിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഖമീസ് കൊടുക്കുകയാണ് ഉണ്ടായത്. അവിടുത്തെ ഖമീസ് കൊടുത്തു. നബിക്കറിയാമെന്ന് മുനാഫിഖാൻ, ഹബീബിനറിയാം ഇയാൾ കാഫിറാണ്. എന്നാലും ഒരു പ്രത്യക്ഷത്തിൽ കലിമ ചൊല്ലിയ ആളാണ്, പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളുടെ കോലത്തിൽ നടക്കുന്ന ആളാണ്. നബിതങ്ങൾ അത്രമേൽ ഉപദ്രവിച്ച ആളാണ്, അത്രമേൽ വേദനിപ്പിച്ച ആളാണ്. ആ മനുഷ്യന്റെ ഖബർ കുഴിച്ചു എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ ജനാസ നിസ്കാരത്തിന് പൊന്നാര നബി കൈകെട്ടാൻ നിൽക്കുമ്പോഴാണ് വഹി വരുന്നത്, ലാ തഖും അലാ അഹദിൻ മിൻഹും മാത അബദാ. പാടില്ല നബിയെ, നിസ്കരിക്കാൻ പാടില്ല. അങ്ങ് ചെയ്തു കൊടുത്ത സേവനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പാപമോചനം ചോദിക്കാൻ പാടില്ല. നിസ്കാരം ഒരു ശഫാഅത്താണ്. അതാർക്കാ നിങ്ങൾ ചെയ്യുന്നത്? ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയോ മുഹമ്മദുർ റസൂലുള്ളാഹയോ ഖൽബ് കൊണ്ട് വിശ്വസിക്കാത്ത ആളാണ്. അതുകൊണ്ട് നിസ്കാരം പാടില്ല. അവിടെ നിന്ന് നബി തങ്ങൾ തിരിച്ചു പോരുകയാണ്. മോനോട് പറഞ്ഞു, മോനെ, നിന്റെ വാപ്പാക്ക് വേണ്ടി 70 തവണ ഇസ്തിഗ്ഫാർ ചോദിച്ചാലും അള്ളാഹു പുറത്തു തരില്ല എന്ന് പറഞ്ഞു. ആ 70 എന്ന് പറഞ്ഞത് ഒരിക്കലും എന്നാണ് അതിന്റെ ആശയം. 71 ചൊല്ലിയാൽ അവിടെ നിന്റെ വാപ്പാക്ക് മഗ്ഫിറത്ത് കിട്ടുമെങ്കിൽ ഞാൻ 71 തവണ നിന്റെ വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലാൻ ഒരുക്കമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ സമ്മതമില്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയെ വേദനിപ്പിച്ചവരോട് ഹബീബിന്റെ മറുപടി അതാണ്. ആ മറുപടിയാണ് ലോകത്ത് വിജയം കണ്ടത്. ആ മറുപടി കൊണ്ടാണ് 23 കൊല്ലം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി. 23 കൊല്ലം നമ്മൾ പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. 23 കൊല്ലം ഒരു നാട്ടില് പ്രസിഡന്റായിട്ട് നിൽക്കുന്നുണ്ടാകാം. 23 കൊല്ലം നമ്മൾ നാട്ടിൽ ഒരു കുടുംബനാഥനായിട്ട് ജീവിക്കുന്നുണ്ടാവും. നമ്മുടെ വീട്ടുകാർ മാറുന്നുണ്ടോ 23 കൊല്ലം കൊണ്ട്? നമ്മുടെ മഹല്ല് മാറോ നമ്മളെ കൊണ്ട് 23 കൊല്ലം കൊണ്ട്? നമ്മുടെ സ്റ്റേറ്റ് മാറോ 23 കൊല്ലം കൊണ്ട്? പുണ്യ നബിതങ്ങൾ അള്ളാന്റെ നബിയാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് 23 കൊല്ലം എടുത്തിട്ടുള്ളൂ. 43 കൊല്ലമല്ല, 23 വർഷം. അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു വഅൻത അഹ്യൈത അജ്യാലൻ മിനർ റിമമി. ഈസാ നബി ഏതെങ്കിലും ആളുകൾക്ക് ജീവൻ കൊടുത്തതാണോ അത്ഭുതം? നബിയേ, എത്രയോ തലമുറകൾക്കല്ലേ നിങ്ങൾ ജീവൻ കൊടുത്തത്, എത്രയോ സമുദായങ്ങൾക്കല്ലേ നിങ്ങൾ ജീവൻ കൊടുത്തത്. വഅൻത അഹ്യൈത അജ്യാലൻ മിനർ റിമമി. സംസ്കാരമില്ലാതിരുന്ന ആളുകളെ നബിയെ അങ്ങ് മാറ്റിമറിച്ചില്ലേ? പരസ്പരം കൊന്നിരുന്ന ആളുകളെ കൊലവിളിയും പോർവിളിയും മാത്രം. അങ്ങനത്തെ ആളുകളാണ് മരണനേരത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നപ്പോ എനിക്ക് വേണ്ട എൻ്റെ സഹോദരന് കൊടുക്കിൻ 7 പേരും ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കിൻ എന്ന് പറഞ്ഞ് 7ാമത്തെ ആള് മരണപ്പെടുന്നു. 1ാമത്തെ ആളും മരണപ്പെടുന്നു. 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7 ശുഹദാക്കൾ അവിടെ ഷഹീദായപ്പോഴാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ വെള്ളത്തിന്റെ കോപ്പ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത്, യാ അല്ലാഹ്, പടച്ചവനേ, ഇന്നഹും ലം യശ്റബൂ മിൻ ഹാദൽ മാ ഫസ്ഖിഹിം മിൻ ജന്നതിക യാ റബ്ബ്. അല്ലാഹുവേ, ഒരു കോപ്പ വെള്ളം ഇവരാരും കുടിച്ചില്ല റബ്ബേ.